ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല തൂവെള്ള പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടൊക്കെ എങ്ങനെയാണ് അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി റൈസ് ഇവിടെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതിന് മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പാലപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നാളികേരം ചിരകി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ബ്രൗൺ കളറൊക്കെ അതിലേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് പതിയെ ആ ചിരട്ടയിൽ നിന്നും നാളികേരം ഒന്ന് വിടുവിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലുള്ള ആ ബ്രൗൺ കളർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള നാളികേരത്തിൻ്റെ പീസുകൾ മിക്സിയിൽ ചെറിയ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നാളികേരം ചിരകിയതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. അങ്ങനെ നമ്മൾ വെള്ളം വാർത്തിട്ടുള്ള അരി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് നാളികേരം ചിരകിയതാണ്. നമ്മൾ നാളികേരം ചിരകിയെടുത്തതല്ല, നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരമാണ്. പിന്നെ വെള്ള അരിയുടെ ചോറ് 2 ടേബിൾ സ്പൂൺ, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അത് ആ അരിയൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പച്ചവെള്ളത്തിന് പകരമായിട്ട് നമുക്ക് നാളികേര വെള്ളം ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അരിയൊക്കെ അരച്ചതാ നല്ലതുപോലെ ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു മണി പോലെയുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ആ പൊടി പോലെയായിട്ട് മുകളിൽ കിടക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അത് മിക്സിയുടെ സൈഡിലൊക്കെ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പതിയെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒത്തിരി നേരം നമ്മൾ അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് അടിക്കേ വേണ്ടൂ. ആ ഒരു ഈസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം അത് മാവ് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അത് പൊങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, കാരണം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാതും ജസ്റ്റ് ആ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കത് ബാറ്ററിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ മാവിനെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒത്തിരി ലൂസും അല്ല എന്നാൽ ഒത്തിരി കട്ടിയുമല്ല, ആ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസിൽ വേണം കേട്ടോ മാവ് റെഡിയാക്കാൻ. ഇനി നമുക്കതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചു വെച്ചതിനേക്കാളും ഒത്തിരി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാവ് പൊങ്ങിയിട്ട് ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് പിറ്റത്തെ ദിവസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മാവ് പൊങ്ങിയതിന് ശേഷം അപ്പം തന്നെ നമുക്ക് അപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എങ്കിലും അതിനേക്കാളും സോഫ്റ്റും ടേസ്റ്റും കൂടുതലാണ് ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പിന്നീട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വൈകുന്നേരം മാവ് പൊങ്ങി വന്നു. എന്നിട്ട് പിറ്റത്തെ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പച്ചട്ടി ഒത്തിരി ഓവറായിട്ട് ചൂടാവാൻ പാടില്ല, ഒരു ചെറിയൊരു ചൂടേ പാടുള്ളൂ. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വട്ടം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം പതിയെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള മാവ് ആ സെൻറ്ററിലോട്ട് വരും. എന്നിട്ട് മൂടി വെച്ച് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റോളം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അപ്പമൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റും നല്ല വൈറ്റ് കളറിലുള്ള നല്ല തൂവെള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറുമയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയോ എന്ത് കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്